കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വില്യമിക്ക് സോഡിയം കുറഞ്ഞു എന്ന്. അത് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഓക്കെ ആയതായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ പിന്നെയും വയ്യാണ്ടായിട്ടോ, ഭയങ്കര പെച്ചും പെയ്യും വർത്താനം ഒക്കെ ആയിരുന്നു. അങ്ങനെ ഉറങ്ങിയപ്പോൾ ഒരു സമയമായി. പിന്നെ വെളുപ്പിന് എഴുന്നേറ്റ് ഞാൻ കഞ്ഞിക്ക് അങ്ങ് അരി ഇട്ടിട്ട് ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങിയിട്ടോ. കാര്യം വില്യം എഴുന്നേൽക്കുമ്പോഴേക്ക് കഞ്ഞി റെഡി ആയാലാണ് നമുക്ക് കഞ്ഞിവെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുന്നതാണ് സോഡിയത്തിന് ഏറ്റവും നല്ല മരുന്ന് കേട്ടോ. ശരിക്കും ഈ സോഡിയം കുറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് IV കയറ്റുകയാണ് വേണ്ടത്. പക്ഷേ വലിയമ്മ അമ്പിനും വലിയ എടുക്കത്തില്ല, ഹോസ്പിറ്റലിലോട്ട് വരില്ല. അപ്പം അങ്ങനെ ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് നമുക്കുണ്ട്. അങ്ങനെ സോഡിയം എങ്ങാനും പെട്ടെന്ന് കുറയുവാണെങ്കിൽ പയ്യെ ഇതങ്ങ് ഡോസ് കൂട്ടിയാൽ മതി. അതായത് ഒരു നേരം കൊടുക്കുന്നത് 3 നേരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ സോഡിയം കയറി വരാനായിട്ട് നല്ല ടൈം എടുക്കും. ഇതിപ്പോൾ വലിയമ്മയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് കണ്ട് ശീലമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇടിയപ്പം ഈ ഇഷ്ടുക്കറി ഉണ്ടല്ലോ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ അതൊക്കെ അങ്ങ് അരിഞ്ഞെടുത്തു. വലിയമ്മ നല്ല ഉറക്കമാണ്. വെളുപ്പാനായപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ഉറങ്ങിയത്. പിന്നെ കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചിമാങ്ങ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഞാനങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. വലിയമ്മ എഴുന്നേക്കാതിരിക്കാൻ ശബ്ദമൊന്നും കേൾപ്പിക്കാതെ ഞാനിങ്ങനെ ഒളിച്ചും പാത്തുമാണ് ഈ അടുക്കളയിൽ നിന്ന് പണി ചെയ്യുന്നത്. പിന്നെ ഞാൻ മിക്സിയിലോട്ട് ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അങ്ങ് അരിഞ്ഞ് പെറുക്കി വെച്ചു. ഇപ്പം മിക്സി അടിക്കാൻ പറ്റത്തില്ല, കാര്യം ഇതിൻ്റെ ശബ്ദം കേട്ട് അങ്ങ് വലിയമ്മ എഴുന്നേക്കും. അപ്പം ഞാനെല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. വലിയമ്മയ്ക്ക് 3 വർഷം മുന്നേ കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ സോഡിയം കുറയുന്നത്. അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറയുമായിരുന്നു. അതുകൊണ്ട് എനിക്കിത് കണ്ട് നല്ല പരിചയമുണ്ട്. പക്ഷേ ഈ പിച്ചും പെയ്യും പറയുമ്പോൾ എനിക്ക് അങ്ങനെ പേടിയാവും കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വലിയമ്മ എഴുന്നേറ്റ് വന്നു. ഞാൻ ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല, ക്ഷീണമുണ്ട്, എന്നാലും താരതമ്യേന കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് ഇഷ്ടുക്കറി അങ്ങ് വെച്ചു. ചമ്മന്തിയും പെട്ടെന്ന് ഞാൻ അങ്ങ് അരച്ച് വെച്ചു കേട്ടോ. ചോദിച്ചപ്പോൾ രാവിലത്തേക്ക് ഇടിയപ്പം വേണ്ട, രാവിലത്തേക്കും കഞ്ഞി തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പിന്നെ ഫോണിൽ മെസ്സേജ് വന്നു, ഒന്ന് വെള്ളം നിൽക്കുമെന്ന്. അപ്പം ഞാൻ വെള്ളമൊക്കെ കുറച്ചങ്ങ് പിടിച്ച് വെക്കുകയാണ്. ഇവിടെ ടാങ്ക് മുകളിൽ കൊടുത്തിട്ടില്ല, താഴത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെള്ളം നിന്നാൽ വെള്ളം പിടിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ പുറത്ത് പോയിട്ട് എടുക്കണം. മറ്റേ ആദ്യം മനുഷ്യരെ പോലെയാണ്. അങ്ങനെ ഞാൻ പറ്റും പോലെയൊക്കെ വെള്ളം പിടിച്ച് വെച്ചു. പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട, അത്യാവശ്യം എടുക്കാനുള്ള വെള്ളങ്ങൾ മാത്രം മതി കേട്ടോ, അല്ലെ വെള്ളം മാത്രം മതി. എന്നിട്ട് ഞാൻ നേരെ ചെന്ന് അടിച്ച് വാരി അങ്ങ് തുടച്ചിടാമെന്ന് വിചാരിച്ചു. ഇന്നലെ പിന്നെ അതൊന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നേരെ അടിച്ച് വാരി തുടച്ചിട്ടാൽ പിന്നെ വെള്ളം നിന്നാൽ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറഞ്ഞു തുടങ്ങിയിട്ടില്ല. അതിന് മുന്നേ അടിച്ച് വാരി അങ്ങ് തുടച്ചിട്ട് വലിയമ്മയ്ക്ക് കഞ്ഞി അങ്ങ് കൊടുത്തു കേട്ടോ. ഇച്ചിരിയേ കുടിച്ചിട്ടുള്ളൂ, അതായത് ഈ എടുത്തതിൻ്റെ പകുതി മാത്രമാണ് കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ വലിയമ്മേനെ കുടിപ്പിച്ചതിന് ശേഷം ഞാനും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഞാൻ ഇടിയപ്പം ഇഷ്ടുക്കറിയാണ് കഴിച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിത് ഉണ്ടാക്കാനും ഇഷ്ടമാണ്. ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടുക്കറി ഉണ്ടാക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കുന്നതും ഇഷ്ടമാണ്, രണ്ടും എനിക്ക് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ അരിഞ്ഞ് ഫുൾ വേവിച്ച് പാലൊഴിച്ച് തിളപ്പിച്ച് അങ്ങനെയൊക്കെ. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വലിയമ്മയ്ക്ക് ഭയങ്കര വിറവലും പിച്ചും പേയും പറയലും അങ്ങനെ ആൾ ഭയങ്കര വീക്കായി തുടങ്ങി. പിന്നെ ഞാൻ കഞ്ഞിവെള്ളവും കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഉറങ്ങി നോക്കാൻ പറഞ്ഞ് കമ്പിളിയൊക്കെ പൊതിപ്പിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇതൊക്കെ സോഡിയം കുറവിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് ഉറങ്ങി കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ മമ്മീനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതിന് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.